അങ്ങനെ നമ്മൾ എൽബ്രൂസിലേക്കുള്ള യാത്ര തുടരുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ആദ്യം ചിഗറ്റ് മൗണ്ടെയിൻ കയറി ഇനി അടുത്ത പോകാൻ പോകുന്നത് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയ എൽബ്രൂസിലേക്കാണ്. ഇവിടെ ഭൂമിയിൽ നിന്ന് 5642 മീറ്റർ ഉയരത്തിലാണ് എൽബ്രൂസ് ഉള്ളത്. അതായത് ഏകദേശം ഒരു 18,510 അടി ഉയരം. ഇത്ര ഹൈറ്റ് കൂടിയതുകൊണ്ടാണ് ഇവിടെ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള കേബിൾ കാറാണ് ഉള്ളത്. 4 സൈഡും ഗ്ലാസും കുറച്ചുകൂടി ഒരു ഡോറും ഇതൊക്കെ ഉണ്ട്. ഒരു മിനിമം ഒരു 5-6 പേർക്ക് ഇരിക്കാനുള്ള അത്രയും സ്പേസും ഉണ്ട്. പതിവ് പോലെ ഇവിടെയും ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കണം. നമ്മുടെ ടൂർ ഗൈഡ് എല്ലാവർക്കും ടിക്കറ്റ് തന്നു. ടിക്കറ്റ് മീൻസ് ഒരു കാർഡ് പോലൊന്ന്. ഒപ്പം ടോട്ടൽ എൽബ്രൂസ് മൗണ്ടെയിന്റെ ഒരു മാപ്പും കിട്ടി. ഈ മാപ്പിലെ കാര്യങ്ങൾ വിവരിക്കുന്നതോടൊപ്പം അവർ ബാക്കി ഇൻസ്ട്രക്ഷൻ കൂടെ തരുന്നുണ്ട്. ഇതാണ് ആ കാർഡും മാപ്പും. ഈ കാർഡ് സ്കാൻ ചെയ്താലേ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഞങ്ങൾ ടൂർ ഗൈഡ് മരിയക്കൊപ്പം തന്നെ നടന്നു. അങ്ങനെ ക്യൂവിലെത്തി. സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു പതിവിലധികം തിരക്കുണ്ട്. ഓരോ കേബിൾ കാറിലും 5-6 പേരാണ് കയറുന്നത്. ഈ കേബിൾ കാറും കോൺസ്റ്റന്റ്ലി മൂവിംഗ് ആണ്, പക്ഷെ സ്ലോ ആയിട്ടാണ് കേട്ടോ മൂവ്മെന്റ്. പിന്നെ ക്ലോസ്ഡ് ആയതുകൊണ്ട് കയറാനും ഇറങ്ങാനും അത്ര പേടിക്കേണ്ടതില്ല. അങ്ങനെ ഞങ്ങളും ഒരെണ്ണത്തിന്റെ അകത്ത് കയറിപ്പറ്റി. ഈ ടൂർ ഗൈഡ് എൽബ്രൂസിനെ കുറിച്ച് ഓരോന്ന് വിവരിച്ചു തരുന്നുണ്ടായിരുന്നു. ഈ മൊത്തം ഹൈറ്റ് കയറാൻ നമ്മൾ ടോട്ടൽ 3 കേബിൾ കാർ കയറണം. ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ് ഇത് ഓരോന്നുള്ളത്. അതിൽ ആദ്യത്തെ സെക്ഷനാണിത്. ചുറ്റും ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ നന്നായി കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ പതുക്കെ മുകളിലോട്ട് കയറാൻ തുടങ്ങി. ഇതിനകത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. ജാക്കറ്റിന്റെ അകത്ത് കിടന്ന് വേർക്കാൻ തുടങ്ങി. കുറെ പച്ചപ്പ് കണ്ട ശേഷം പിന്നെ ഇതുപോലെയുള്ള തരിശായ മലകളാണ് കണ്ടത്. ഇവിടെ നിന്ന് മണ്ണ് കയറ്റി കൊണ്ടുപോകുന്ന ഒരുപാട് ട്രക്കുകളും ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടോ ഓരോ പോസ്റ്റ് ശ്രദ്ധിച്ചോ, എല്ലാറ്റിലും സോളാർ പാനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മുകളിലെത്താറായി. വിശാലമായ മഞ്ഞുമല ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ 3 സ്റ്റേഷനിലായിട്ടാണ് കേബിൾ കാർ പോകുന്നത്. ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ എത്തി. ഇനി ഇവിടെ ഇറങ്ങി അടുത്തതിൽ കയറണം. ഈ തിരക്കിനിടയിലുണ്ടല്ലോ ഞങ്ങളുടെ ഗൈഡിന് മിസ്സായി. അവർ മുമ്പേ ഏതോ ഒന്നിൽ കയറിപ്പറ്റി. ഞങ്ങളുടെ കൂടെ വേറെ ആൾക്കാരായിരുന്നു പിന്നെ കയറിയത്. അങ്ങനെ ഞങ്ങൾ എൽബ്രൂസിന്റെ അടുത്ത് എത്താറായി. ഏകദേശം ഒരു 2500 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മൊത്തം മഞ്ഞു മാത്രം. ആ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. അകത്ത് ചൂടാണെങ്കിലും പുറത്ത് നല്ല തണുപ്പാ. അങ്ങനെ ഞങ്ങൾ 3500 മീറ്റർ ഉയരത്തിലെത്തി. ഇവിടെ ഇറങ്ങി. മൗണ്ടൻ ടോപ്പിലെത്താൻ ഇനി ഒരുപാട് ബാക്കിയുണ്ട്. അതൊക്കെ പോട്ടെ, നമ്മൾ വന്നയിടെ എൻജോയ് ചെയ്യുക തന്നെ. കണ്ണെത്താ ദൂരം പരന്ന് കിടക്കുകയാണ് ഈ മഞ്ഞ്. 3500 അടി മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഹൈറ്റ് ഉള്ളതുകൊണ്ട് ബ്രീത്തിങ് പ്രോബ്ലം നന്നായിട്ടുണ്ടായിരുന്നു. എന്നാലും മനസ്സിലെ എക്സൈറ്റ്മെന്റ് കാരണം എല്ലാ ബുദ്ധിമുട്ടും മറന്ന് മഞ്ഞ് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ 3500 മീറ്റർ എന്ന് ഹൈറ്റ് കാണിക്കുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്.
കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് വേണം ഫോട്ടോ എടുക്കാൻ സ്ഥലം കിട്ടിയത് തന്നെ. അപ്പൊ ഞങ്ങൾ ക്ഷമയോടെ കാത്തു നിന്നു. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. എല്ലാവരും ഫോട്ടോവും വീഡിയോ ഒക്കെ ആയിട്ട് നല്ല തിരക്കിലാണ്. ആക്ച്വലി ഈ എൽബ്രൂസ് എന്ന ഈ മഞ്ഞുമല ഒരു വോൾക്കാനോ ആണ്, അതായത് ഒരു അഗ്നിപർവ്വതം. പക്ഷെ കാലങ്ങളായി അത് പൊട്ടിത്തെറിക്കോ അതിന് ലാവ പുറത്തു വരികയോ ഒന്നും ചെയ്തിട്ടില്ല. പുറത്ത് മഞ്ഞ് പോച്ച് അതിങ്ങനെ ഉറങ്ങാണ്. കുട്ടികൾക്ക് വേണ്ടിയും ചില എന്റർടൈൻമെന്റുകളൊക്കെ ഇവിടെ ഉണ്ട്. ദാ കണ്ട, അവൻ എന്ത് സന്തോഷത്തിലായി ജമ്പ് ചെയ്യുന്നേ. നേച്ചർ ബ്യൂട്ടിയെ കുറിച്ച് ഞാൻ വീണ്ടും പ്രസംഗിക്കുന്നുണ്ടെങ്കിലും വീശിയടിക്കുന്ന കാറ്റിൽ ഒന്നും കേൾക്കുന്നില്ല. പാവം ഞാനല്ലേ. കണ്ടോ, മേഘങ്ങളെല്ലാം കയ്യെത്ത ദൂരത്തുള്ള പോലെ തോന്നും. പക്ഷെ അടുത്തെത്തി നോക്കുമ്പോൾ ഇതൊരു പുക പോലെ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഞങ്ങളും കുറച്ച് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തു. എടുത്തു തരാൻ ആളില്ലാത്തതുകൊണ്ട് ക്യാമറ സ്റ്റാൻഡ് മഞ്ഞിൽ വളരെ കഷ്ടപ്പെട്ട് വെച്ചിട്ടാണ് ഈ പ്രകടനങ്ങളെല്ലാം. ഹൈ ആൾട്ടിറ്റ്യൂഡ് കാരണം പ്രഷറിന്റെ നല്ല കുഴപ്പമുണ്ട്. ശ്വാസമൊന്നും കിട്ടുന്നില്ല. നല്ല ബുദ്ധിമുട്ട് ഇപ്പോഴേ വരാൻ തുടങ്ങി. ഇനി മുകളിലെത്തുമ്പോ എന്താണെന്ന് അറിയില്ല, മാസ്ക് വെക്കേണ്ടി വരും. കേബിൾ കയർ കയറാനുള്ള ക്യൂ ആണ്. കാർഡ് ഇവിടെ സ്കാൻ ചെയ്തിട്ട് വേണം അകത്ത് കിടക്കാൻ, നേരത്തെ പോലെ. ഇതാ ഇങ്ങനെ ഇവർ ചെയ്യുന്ന പോലെ സ്കാൻ ചെയ്യുമ്പോൾ അതിന്റെ ഗേറ്റ് ഓപ്പൺ ചെയ്യും. ഇവിടെയും സെയിം കേബിൾ കാറാണ്. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ മുകളിലത്തെ മൗണ്ടൻ ക്യാമ്പുകളിലേക്ക് വെള്ളം കൊണ്ടുപോവായിരുന്നു. തീറ്റ മുഖ്യം. ഞങ്ങൾ വീണ്ടും കഴിക്കാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് സ്റ്റഫ്ഡ് ചപ്പാത്തിയൊക്കെ കൊണ്ടുവന്നതാ. കൊണ്ടുവരുമ്പോ നല്ല സോഫ്റ്റ് ആയിരുന്നെങ്കിലും ഇവിടെ എത്തി തണുപ്പൊക്കെ കൊണ്ടപ്പോ ഫ്രീസറിൽ വെച്ച പോലെ ഹാർഡായി. എന്നാലും തിന്നല്ലേ പറ്റൂ, വിശപ്പ് അത്രക്കുണ്ടേ.
ഇപ്പോൾ എത്താവുന്ന അത്രയും ഉയരത്തിലെത്തി. മുകളിൽ കാണുന്നതാണ് മൗണ്ടൻ ടോപ്പ്. ടെമ്പറേച്ചർ ഭയങ്കര കുറവാണ്, തണുത്ത് വിറക്കുന്നുണ്ട്. എത്ര നല്ല ഫ്രെയിം ആണല്ലേ. ഈ നടന്ന് കയറുന്നവർക്കുള്ള മൗണ്ടൻ ക്യാമ്പാണ് ഈ കാണുന്നത്. ഇവിടെ ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. നോക്ക്, എന്ത് ഭംഗിയുള്ള ഫ്രെയിം ആണല്ലേ. ഇതൊരു ബേസ് ക്യാമ്പ് ആണ് കേട്ടോ. ഇവിടെ നിന്നും ആൾക്കാർക്ക് നടക്കാനുള്ള നടപ്പാതയായത്. ചിലയിടത്ത് കയറ് കെട്ടിയിട്ടുണ്ട്, ചിലയിടത്ത് കയറ് പോലും ഇല്ല. നല്ല കാറ്റ് വീശാൻ തുടങ്ങിയതോടെ ഞാൻ ഇങ്ങനെ ചെവിയൊക്കെ കവർ ചെയ്തിരിപ്പായി. കണ്ട ഒരു പെൻഗ്വിനെ പോലെ ഉണ്ടല്ലേ. ഇവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏതാണ് മേഘം ഏതാണ് മഞ്ഞെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും ബ്യൂട്ടിഫുൾ ആയ കാഴ്ചയാണ്. നോക്കൂ, എന്തു ഭംഗിയല്ലേ. തിരിച്ചിറങ്ങാൻ പോവാണ് ഇവിടുന്ന്. അപ്പൊ ബൈ എൽബ്രൂസ്. ഇനി പതുക്കെ തിരിച്ചിറങ്ങണം. പോവാൻ മനസ്സുണ്ടായിട്ടല്ല, ഈ ഭംഗി കുറെ നേരം കൂടി ആസ്വദിക്കണം എന്നുണ്ട്. പക്ഷെ കുറച്ച് മണിക്കൂറുകൾക്ക് അപ്പുറം ഇവിടെ നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. യാതൊരു സജ്ജീകരണങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ശ്വാസം മുട്ടി ചത്തുപോകും, അറിയാലോ. അങ്ങനെ ആ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി. നമ്മൾ താഴെ ഇറങ്ങി പതുക്കെ നടക്കാൻ തുടങ്ങി. ബസ് കുറച്ച് ദൂരമാണ് പാർക്ക് ചെയ്തത്. നമ്മൾ നടന്ന് ബസ്സിനടുത്ത് എത്തി. അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ചില നിമിഷങ്ങൾ സമ്മാനിച്ച എൽബ്രൂസിനോട് യാത്ര പറഞ്ഞ് നമ്മൾ പോവാണ്. പക്ഷേ ഇനി ഒരവസരം കിട്ടിയാൽ ഞങ്ങൾ വീണ്ടും വരും, തീർച്ചയായും. ബൈ എൽബ്രൂസ്. ഞങ്ങളുടെ ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.